വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആപ്പിൾ തങ്ങളുടെ ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഈ വരുന്ന സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകൾ. നമുക്കറിയാം സാംസങ്, ഹുവാവെ, ഒപ്പോ, വിവോ, വൺ പ്ലസ്, എന്തിനു പറയുന്നു ടെക്നോ, അടുത്തിടെ മോട്ടറോള തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ തങ്ങളുടെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും ഇത്രയും കാലമായിട്ടും ആപ്പിൾ ഇതുവരെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരുന്നില്ല. അതിന്റെ കാരണമായി പറയപ്പെടുന്നത് നിലവിലുള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾക്കുള്ള പോരായ്മകൾ കംപ്ലീറ്റ് പരിഹരിച്ചുകൊണ്ടാവണം ആപ്പിൾ തങ്ങളുടെ ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കേണ്ടത് എന്ന ആ ഒരു ആവശ്യകത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും ഡിലേ ആയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ ആപ്പിൾ ആദ്യമായി പുറത്തിറക്കാൻ പോകുന്ന അത്തരം ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിന്റെ ലീക്ഡ് ആയിട്ടുള്ള ഇമേജുകളും റെൻഡേർഡ് വീഡിയോകളും ഒക്കെ ആൾറെഡി ഇന്റർനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം സാംസങ് പോലും തങ്ങളുടെ ട്രൈഫോൾഡ് ഫോണുകൾ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. മൂന്നായിട്ട് മടക്കാവുന്ന ട്രൈഫോൾഡ് ഫോണുകൾ ഹുവാവെ നേരത്തെ പുറത്തിറക്കിയതാണ്. അത്തരം ഫോണുകൾ പുറത്തിറക്കിയിട്ടും ഇതുപോലെ ആപ്പിൾ തങ്ങളുടെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഇന്ന് വരെ പുറത്തിറക്കിയിരുന്നില്ല. ഈ വരുന്ന സെപ്റ്റംബറിൽ ആപ്പിളിന്റെ ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഒരുപക്ഷെ ഐഫോൺ ഫോൾഡ് എന്നോ അല്ലെങ്കിൽ ഐഫോൺ അൾട്ര എന്നോ ആയിരിക്കും ഈ ഒരു ആദ്യ ആപ്പിൾ ഫോൾഡിംഗ് ഫോണിന് പേര് നൽകാൻ പോകുന്നത്. നിലവിലുള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളുടെ പോരായ്മകൾ എന്ന് പറയുന്നത് ഇത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കനമാണ്. ഒരു രണ്ട് ഫോണുകളുടെ കനം പല ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾക്കും ഉണ്ട്. മാത്രമല്ല അൺഫോൾഡ് ചെയ്യുമ്പോൾ ആ ഫോൾഡിംഗ് ഏരിയയിൽ, ഡിസ്പ്ലേ ഏരിയയിൽ, ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് ആ ഒരു മടക്ക ഏരിയയിൽ ഒരു ക്രീസ് അഥവാ ആ ഫോൾഡായി ഇരിക്കുന്ന ഒരു ഭാഗം നമ്മൾ നൂത്തി വെച്ചാൽ പോലും അവിടെ ഒരു ക്രീസ് വിസിബിൾ ആണ് ഇപ്പോൾ ഉള്ള എല്ലാ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിലും. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ശരിയാകുകയാണെങ്കിൽ ആപ്പിൾ ആദ്യമായി പുറത്തിറക്കാൻ പോകുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ അത്തരത്തിലൊരു ക്രീസ് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതായത് അവർ ആ ഒരു ക്രീസ് ഏരിയയിൽ ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ലിക്വിഡ് മെറ്റൽ ഹിഞ്ചാണ് ആ ഒരു ഭാഗത്ത് ബാക്കിലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആ ഒരു ഡിസ്പ്ലേ ഭാഗം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അൺഫോൾഡ് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു ഒരു മടക്ക് അല്ലെങ്കിൽ ഒരു ക്രീസ് ഈ ആപ്പിൾ പുറത്തിറക്കാൻ പോകുന്ന ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഈ ഒരു ഫോണിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ലീക്ഡ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും കാണുമ്പോൾ ഗൂഗിൾ പുറത്തിറക്കിയ തങ്ങളുടെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിന്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് അവിടെ ഇവിടെയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഗൂഗിളാണ് ഏതാണ്ട് ഒരു ബുക്ക് സ്റ്റൈലിലുള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ കൃത്യമായിട്ട് പുറത്തിറക്കിയത്. അത്തരത്തിൽ തന്നെ ഉള്ള ഒരു ഫോൾഡിംഗ്, ആ ഒരു ഡിസൈനുള്ള ഒരു ഫോൾഡിംഗ് ഫോണാണ് ആപ്പിൾ പുറത്തിറക്കിയെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഫോട്ടോകളും വീഡിയോകളും കാണുമ്പോൾ മനസ്സിലാകുന്നത്. അടുത്തിടെ ആപ്പിൾ ഒരു വ്യത്യസ്തമാർന്ന ഒരു ഫോൺ പുറത്തിറക്കിയിരുന്നു. അതായത് ഐഫോൺ എയർ എന്ന പേരിൽ. അവരുടെ ഏറ്റവും കനം കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന പേരിലാണ് ഐഫോൺ എയർ പുറത്തിറക്കിയത്. അപ്പോൾ ഈ ഒരു ഐഫോൺ എയർ പുറത്തിറക്കിയതിന്റെ പിന്നിലും ഈ ഒരു ഫോൾഡിംഗ് ഫോൺ പുറത്തിറക്കുന്നതിന്റെ സൂചനയാണെന്ന് അന്ന് തന്നെ കേട്ടിരുന്നു. അതായത് രണ്ട് ഐഫോൺ എയറുകളെ ഒരുമിപ്പിച്ച് വെച്ചുകൊണ്ട് അവരുടെ ആദ്യ ഫോൾഡിംഗ് ഫോൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സൂചനയുടെ ആദ്യ പടിയായിട്ടാണ് ഈ ഒരു ഐഫോൺ എയർ ആദ്യം ആപ്പിൾ പുറത്തിറക്കിയത് അന്ന് വാർത്തകളിൽ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ശരിക്കും തരത്തിൽ ഇതിന്റെ ബാക്ക് ഡിസൈനെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐഫോൺ എയറിന് സമാനമായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാവും. ഐഫോൺ എയറിന് ബാക്കിൽ ഒരൊറ്റ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവർ പുറത്തിറക്കുന്ന ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ രണ്ട് ക്യാമറകൾ ബാക്കിൽ കാണാൻ സാധിക്കും. 48 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി ക്യാമറയും 48 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ആയിരിക്കും ഐഫോൺ ഫോൾഡിന്റെ ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കവർ സ്ക്രീൻ എന്നറിയപ്പെടുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിന്റെ പുറത്തെ സ്ക്രീനിൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 24 മെഗാ പിക്സലിൽ ഒരു സെൽഫി സെൻസർ കൊടുക്കും. അതുപോലെ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വലിയ ഡിസ്പ്ലേയിൽ ഒരു ഇന്നർ ഡിസ്പ്ലേ ക്യാമറയായിട്ട് ഒരു സെൽഫി ക്യാമറയും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഈ ഒരു കവർ സ്ക്രീനിന്റെ സൈസ് 5.5 ഇഞ്ച് ആയിരിക്കുമെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയാം ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും കോമ്പാക്ട് ഫോണുകൾ പോലും 6.3 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കോമ്പാക്ട് ഫോണുകളായിട്ടുള്ള ഒപ്പോ റെനോ 15 പ്രോ മിനി, അതുപോലെ വിവോ X200 FE, വൺ പ്ലസ് 13S തുടങ്ങിയ ഫോണുകളുടെയൊക്കെ സൈസിനേക്കാളും ചെറുതായിരിക്കും ഇതിന്റെ ഒരു കവർ ഡിസ്പ്ലേ എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ ഒരു ഫോൺ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7.9 മില്ലിമീറ്റർ ആയിരിക്കും ഇതിന്റെ ഒരു സൈസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അവരുടെ ചെറിയ സൈസിലുള്ള ഐപാഡ് മിനിക്കൊക്കെ തുല്യമായിട്ടുള്ള ഒരു സ്ക്രീൻ സൈസിൽ നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് ചുരുക്കാം. വെറും 4.5 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിന്റെ അൺഫോൾഡ് ചെയ്ത് വെച്ചാലുള്ള തിക്നെസ്. ഇനി ഫോൺ ഫോൾഡ് ചെയ്ത് വെച്ചാൽ പോലും 9 മില്ലിമീറ്റർ മാത്രമായിരിക്കും ഇതിന്റെ ഒരു തിക്നെസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു 4.5 മില്ലിമീറ്റർ തിക്നെസ് ഉണ്ടല്ലോ, അതായത് അൺഫോൾഡ് ചെയ്ത് വെച്ചാലുള്ള തിക്നെസ്, അത് നേരത്തെ ആപ്പിൾ പുറത്തിറക്കിയ ഏറ്റവും കനം കുറഞ്ഞ ഫോണായിട്ടുള്ള ഐഫോൺ എയറിനേക്കാളും 15% വീണ്ടും വീതി അല്ലെങ്കിൽ കനം കുറവാണ് ഈ ഒരു 4.5 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഐഫോൺ എയറിനേക്കാളും വളരെ തിന്നായിരിക്കും ഈ ഒരു ഐഫോൺ ഫോൾഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇന്ന് വരെ ആപ്പിൾ പുറത്തിറക്കിയ ഏറ്റവും കനം കുറഞ്ഞ ഫോൺ എന്ന പ്രത്യേകതയും അതുകൊണ്ട് തന്നെയും ഐഫോൺ ഫോൾഡിന് അവകാശപ്പെട്ടതാണ്. ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മെയിൻ സെൻസറും അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഉള്ളൂ. സാധാരണ ഐഫോണുകളിൽ എസ്പെഷ്യലി പ്രോ മോഡലുകളിൽ ഏറ്റവും ബെറ്റർ റിസൾട്ട് നൽകുന്നത് അതിന്റെ ടെലിഫോട്ടോ സെൻസറാണ്. അത്തരമൊരു ടെലിഫോട്ടോ സെൻസർ ഫോൾഡ് സ്മാർട്ട് ഫോണിൽ ഉണ്ടാകില്ല. കാരണം ബാക്കിൽ രണ്ട് ക്യാമറകളെ ഉണ്ടാകുന്നുള്ളൂ. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ആപ്പിൾ നൽകുന്ന ഏറ്റവും ബാറ്ററി കപ്പാസിറ്റി കൂടിയ ഫോൺ എന്ന പ്രത്യേകതയും ഐഫോൺ ഫോൾഡ് ഉണ്ടാവും. 5600 mAh. ഇപ്പോൾ സാധാരണ സ്മാർട്ട് ഫോണുകളിലൊക്കെ 10,000-അടുത്ത് mAh ബാറ്ററി അല്ലെങ്കിൽ 10,000-ൽ പുറത്ത് mAh ബാറ്ററിയുള്ള ഫോണുകൾ വരെ ആൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ നൽകുന്ന ഏറ്റവും
ബാറ്ററി കപ്പാസിറ്റി കൂടിയ ഫോൺ എന്ന പ്രത്യേകതയുമായിട്ട് 5600 mAh ഐഫോൺ ഫോൾഡ് വരുന്നത്. ഇതിന്റെ പ്രോസറിനെ പറ്റി പറഞ്ഞാൽ A20 ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ C2 എന്ന് പറയുന്ന ആപ്പിളിന്റെ ഇൻ ഹൗസ് മോഡം ഈ ഒരു ഫോണിനകത്ത് ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ ഫേസ് ID മാത്രമേ ഉള്ളൂ ആപ്പിൾ ഫോണുകൾ, ടച്ച് ID നിലവിലെ പുതിയ ഫോണുകളിൽ ഇല്ല. എന്നാൽ ഈ ഒരു ഐഫോണിന്റെ ഫോൾഡിലേക്ക് വരുമ്പോൾ ഫേസ് ID പൂർണ്ണമായി ഒഴിവാക്കി ടച്ച് IDയിലേക്ക് പോകും. കാരണം ഫോൾഡിംഗ് ഫോണുകൾ എപ്പോഴും ഫേസ് ID അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് സംവിധാനം ബുദ്ധിമുട്ടാണ്. കാരണം ഈ കവർ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഫേസ് ID വേണം, ഇൻ കേസ് ഇനി അൺഫോൾഡ് ചെയ്തിട്ട് ആ ഇന്നർ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അവിടെ വേണം ഒരു ഫേസ് ID. അപ്പോൾ രണ്ട് ഫേസ് ID വിവോയുടെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിലൊക്കെ ഇത്തരത്തിൽ ഫ്രണ്ടിലെ കവർ സ്ക്രീനിലും ഇന്നർ സ്ക്രീനിലും ഒക്കെ ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിരുന്നു. പക്ഷേ ഇവിടെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് കുറച്ചുകൂടെ ടച്ച് ID ആണ് എളുപ്പം. കാരണം അതിന്റെ ഫോണിന്റെ മുകളിൽ ഒരു പവർ ബട്ടണിൽ തന്നെ ഇത്തരത്തിൽ ടച്ച് ID സംവിധാനം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അൺലോക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആകും. ഈ വരുന്ന സെപ്റ്റംബറിൽ ആപ്പിൾ തങ്ങളുടെ ഐഫോൺ 18 പ്രോ 18 പ്രോ മാക്സ് എന്നീ രണ്ട് ഫോണുകളോടൊപ്പം ആയിരിക്കും ഈ ഒരു ഐഫോൺ ഫോൾഡ് പുറത്തിറക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെപ്റ്റംബറിൽ 3 ഫോണുകൾ മാത്രമായിരിക്കും ആപ്പിൾ പുറത്തിറക്കുന്നത്, 18 പ്രോയും 18 പ്രോ മാക്സും ഐഫോൺ ഫോൾഡും. അവിടെ 2 ഫോണുകൾ മിസ്സിംഗ് ആണ്, അതായത് ഐഫോൺ 18 അല്ലെങ്കിൽ ഐഫോൺ 18 പ്ലസ് തുടങ്ങിയ ഫോണുകൾ മിസ്സിംഗ് ആണ്. എന്നാൽ അത്തരം നോൺ പ്രോ മോഡലുകൾ പിന്നീട്, അതായത് സെപ്റ്റംബർ കഴിഞ്ഞ് രണ്ടാമതൊരു ലോഞ്ചിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അതായത് ഐഫോൺ 18 അല്ലെങ്കിൽ 18 പ്ലസോ അല്ലെങ്കിൽ 17E എന്ന് പറയുന്ന ഒരു മോഡൽ, കഴിഞ്ഞ 16E വന്നു, ഇനി ഒരു 17E വരാനുണ്ട്. അത്തരം ഒരു ഫോണുകളൊക്കെ ഈ ഒരു സെപ്റ്റംബറിന് ശേഷമുള്ള ലോഞ്ചിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഏകദേശ വിലയും ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഏകദേശം $2500 ആയിരിക്കും ഐഫോൺ ഫോൾഡ് എന്ന ഈ ഒരു ഫോൺ ഉണ്ടാവുക എന്ന് കേൾക്കുന്നു. $2500 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2.5 ലക്ഷം രൂപ വരും ഐഫോണിന്റെ ഫോൾഡിന്. നമുക്കറിയാം ഫോൾഡിംഗ് അല്ലാത്ത സാധാരണ ഐഫോൺ ഫോണുകൾക്ക് പോലും നല്ല വിലയുള്ള കാലമാണ്. അപ്പോൾ പിന്നെ ഫോൾഡിംഗ് എന്ന് പറയുന്ന വലിയ സ്ക്രീനും ഒക്കെ ആയിട്ട് വരുമ്പോൾ പറയേണ്ടതില്ല, 2.5 ലക്ഷത്തിൽ പുറത്തുള്ള ഒരു വില എന്തായാലും ഐഫോൺ ഫോൾഡിന് പ്രതീക്ഷിക്കാം. നിലവിലുള്ള ഏതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിനേക്കാളും ഹയർ വിലയുമായിട്ടായിരിക്കും ഐഫോൺ ഫോൾഡ് അല്ലെങ്കിൽ ഐഫോൺ അൾട്ര എന്ന പേരിൽ ഈ ഒരു ഫോൺ പുറത്തിറങ്ങുക. എന്തായാലും സെപ്റ്റംബറിലായിരിക്കും ഈ ഒരു ഫോണിന്റെ ലോഞ്ച്. പക്ഷേ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്താലും ഈ ഒരു പ്രോഡക്റ്റിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2027 ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും പ്രോഡക്റ്റ് റിവ്യൂസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.